ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഏതാ മരം എന്നല്ലേ? ഇതാണ് അത്തിമരം. ഇതിൻ്റെ കാ നമുക്ക് കൂട്ടാൻ വെക്കാൻ നല്ലതാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാ ഒന്ന് പറിച്ചെടുത്ത് ഒന്ന് കൂട്ടാൻ വെച്ച് നോക്കിയാലോ. അങ്ങനെ ഞാൻ കുറച്ച് അത്തിക്ക പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ല കറയുണ്ട്. പറിക്കുമ്പം തന്നെ നല്ല പാല് പോലെ കറയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ പുറത്തൊക്കെ വൈറ്റ് കളറിൽ ഇത് കറയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടാൻ വെച്ച് നോക്കിയാലോ. ആദ്യമായിട്ട് തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങിനൊക്കെ നമ്മൾ തൊലി ചുരണ്ടിക്കളയത്തില്ല, അതുപോലെ ഇതിൻ്റെ തൊലിയും നമുക്കിതുപോലെ ഈസി ആയിട്ട് തന്നെ ചുരണ്ടി കളയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തണ്ട് മുറിക്കുമ്പോൾ നല്ല കറ വരുന്നുണ്ട്, സാരമില്ല. നമുക്ക് നല്ലപോലെ ഇത് ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കറ കുറേ അങ്ങ് പോയി കിട്ടും. പിന്നെ നമുക്ക് കൂട്ടാൻ വെക്കാം. നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുമ്പോൾ ഇതിനകത്തൊരു പിങ്ക് കളറിലാണ് നമുക്ക് കാണുന്നത്. അതാണ് കറക്റ്റ് പരുവം കേട്ടോ. അല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തോരൻ വെക്കാനൊന്നും കൊള്ളത്തില്ല. ഇതൊരു പിങ്ക് കളറിൽ ഈ ഒരു നിറത്തിൽ വരുന്ന ഈ ഒരു പരുവമാണ് നമുക്ക് കൂട്ടാൻ വെക്കുന്നത് നല്ലത്. കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്തുള്ള പിങ്ക് കളർ മാറി ഇത് ബ്രൗൺ കളറാവും. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ടാണ് നമ്മളിതിനെ നന്നായിട്ട് കഴുകേണ്ടത്. കഴുകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ചൂടുവെള്ളത്തിൽ വേണം കഴുകാൻ. 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതിന് കുറച്ച് വേവുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പം നമുക്കിത് കുക്കറിലിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വിസിൽ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കിയാലോ. നമ്മുടെ അത്തിക്ക നല്ലതുപോലെ വെന്ത് അതുപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പച്ച കളർ ഇരുന്ന് ഇപ്പോൾ ഒരുമാതിരി ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വാർത്ത് കളഞ്ഞിട്ട് അത്തിക്ക മാത്രമായിട്ട് ഇഞ്ഞെടുക്കാം. ഞാനിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ചിലരൊക്കെ ഇത് ഇടികല്ലൊക്കെ വെച്ച് ഇടിച്ച് ചതച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് തോരൻ വെക്കാനായിട്ട് എടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് തോരനൊക്കെ നമ്മൾ സാധാരണ പയറൊക്കെ അരിയത്തില്ലേ, അതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഞാനിത് മുഴുവനും അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 2 എണ്ണമാണ്. പിന്നെ കുറച്ച് തേങ്ങ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ആ ഒരു അരമുറി ഇല്ല കേട്ടോ, അരമുറിയുടെയും പകുതിയെ എടുത്തിട്ടുള്ളൂ. അത്രയും തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വേവിച്ചെടുത്ത അത്തിക്കായും കൂടെ ഇട്ട് കൊടുക്കണേ. ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള ഒരു സംഭവം കേട്ടോ ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടുകയാണെങ്കിൽ പാഴാക്കി കളയാതെ ഒന്ന് കൂട്ടാൻ വെച്ചൊന്ന് നോക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനായ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തല്ലി പൊത്തി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇത് നല്ലതുപോലെ വെന്തതാണ്. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പ്രധാനപ്പെട്ട സംഭവം, അതായത് കറിവേപ്പില ഇടാൻ മറന്നുപോയായിരുന്നു. സാരമില്ല, ഇനി ഇട്ടാലും മതി, അതിൻ്റെ മണം കിട്ടിക്കോളും. അതുകൂടെ ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അത്തിക്ക എന്തായെന്നൊന്ന് നോക്കിയാലോ. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നി. അത് കാരണം ശകല ഉപ്പും കൂടെ ഇട്ട് ഒരിക്കൽ കൂടി അടച്ച് വെച്ച് വേവിച്ചതാണ്. ഇപ്പോൾ ഒരുവിധം പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള അത്തിക്ക തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. 1 പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല എനിക്ക്. അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.